രാവിലെ തന്നെ മഴയില്ലാത്തതുകൊണ്ട് ഞാനും നിത്യം കൂടെ ഇറങ്ങിട്ടോ. ഇവളുടെ ഓഫീസിലെ ഓണ സെലിബ്രേഷൻ ആട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാനായിട്ടാണ് പോകുന്നത്. ഡ്രസ്സല്ല, ബ്ലൗസിന്റെ മെറ്റീരിയൽ. അപ്പോൾ ഇവിടെ തൃപ്പൂണിത്തുറയിലൊരു കട, മെറ്റീരിയൽസിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു കട ഉണ്ടെന്ന് ഇവളാ എന്നോട് പറഞ്ഞിട്ടോ. ഞാൻ ഇതുവരെ ഈ കട കണ്ടിട്ടില്ല. ഇവിടെ വന്നപ്പോൾ ഇവിടെയാണെങ്കിൽ ഫുള്ള് മെറ്റീരിയൽസ്. ഇവിടെ മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഏത് ടൈപ്പ് തുണി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് നമുക്ക് എടുത്തു തരും. പിന്നെ കമ്മലൊക്കെ മേടിക്കാനായിട്ട് തൊട്ടടുത്തുള്ള കടയിലേക്കാണ് പോയത്. എനിക്കാണെങ്കിൽ ലോട്ടസിന്റെ കമ്മൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൾക്കാണെങ്കിൽ അത് ഇഷ്ടമായില്ല. അവൾക്ക് വേറെ 2 കമ്മലാണ് ഇഷ്ടമായത്. എന്നിട്ട് അതിലേതെങ്കിലും എടുക്കാനായിട്ട് പറഞ്ഞപ്പോഴത്തേക്കും അവൾ ഒരു കമ്മൽ താഴെ വെച്ചിട്ട് ഞാൻ പറഞ്ഞ കമ്മൽ ഒന്നുകൂടി എടുത്തു. എന്നിട്ട് അതേ സ്പീഡിൽ തന്നെ അത് തിരിച്ചു വെച്ചു. അല്ലെങ്കിൽ നല്ലത് നായ്ക്ക് പിടിക്കില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫുഡൊക്കെ മേടിച്ചു തന്നു കേട്ടോ. നൂഡിൽസ് ഒക്കെ മേടിച്ചു തന്നു. ഞാനത് വയറ് നിറച്ച് തിന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് നിത്യയുടെ അമ്മയുടെ ഓണപ്പരിപാടി നടക്കുന്ന സ്ഥലത്തേക്കാണ്. അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര നാണായിരുന്നു കേട്ടോ. പോകാൻ നേരത്തെ അവൾ എനിക്ക് കുറച്ച് ക്ലേ ഒക്കെ തന്നിട്ട് അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാരി നമ്മൾ തൃപ്പൂണിത്തുറ വെച്ച് മറന്നു, നമുക്ക് ഒന്നുകൂടി പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവസാനം നമുക്ക് നമ്മുടെ സാരി തിരിച്ചു കിട്ടിട്ടോ. നമ്മുടെ വീഡിയോ കാണുന്നതിൽ കുറച്ച് പേരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കേട്ടോ വീഡിയോ കാണുന്നത്. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ, സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ.